സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താ വന്ദേ ഗുരുപരമ്പരാ. പ്രിയ കുടുംബാംഗങ്ങളെ, നമ്മൾ ഇന്നിവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താണെന്നറിയോ? നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, മാതാപിതാക്കൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അത് മക്കൾ അനുഭവിച്ചേ തീരൂ. അത് 100% അവർ അനുഭവിക്കണം. അതുകൊണ്ട് അച്ഛനമ്മമാരായ ആൾക്കാർ ചിന്തിക്കേണ്ടത്, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ തലമുറ അനുഭവിക്കും. ഇങ്ങനെയല്ലേ നമ്മൾ കേട്ടിട്ടുള്ളത്? മറ്റൊന്നും കൂടി കേട്ടിട്ടുണ്ട്. എന്താ അറിയോ? നീ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 7 തലമുറയാണ് അതിൻ്റെ പരിണത ഫലം അനുഭവിക്കേണ്ടി വരിക. ഇതും കേട്ടിട്ടുണ്ട് ഇല്ലേ? ഇപ്പം നമ്മൾ ചിന്തിക്കും, നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ അച്ഛനോ അമ്മയോ എന്തോ തെറ്റ് ചെയ്തതിന് നമ്മൾ എന്തിനാണ് ഇത് അനുഭവിക്കേണ്ടി വരുന്നത്? നമ്മുടെ മക്കൾ എങ്ങനെയാണ് ഇത് അനുഭവിക്കാൻ വരിക? കാരണം 7 തലമുറ അനുഭവിക്കുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ എൻ്റെ മക്കളും അവരുടെ മക്കളൊക്കെ എൻ്റെ അച്ഛനോ മുത്തച്ഛനോ ചെയ്തതല്ല ഇത് അനുഭവിക്കുന്നത്. ഇത് പറയാൻ കാരണം എന്നറിയോ? എൻ്റെ അറിവിൽ ഒരു നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ഒരാളുണ്ട്. ആ നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട അയാൾക്ക് മാനസികമായിട്ട് പല പ്രശ്നങ്ങൾ, വെച്ചാൽ ഒരു ഭ്രാന്തിൻ്റെ ലക്ഷണമാണ്. വയലൻ്റ് ആവാറില്ല, ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കും, ഒറ്റയ്ക്ക് ചിന്തിക്കും, ഒരു കാര്യങ്ങൾ ഇങ്ങനെ പറയും, അങ്ങനെയായിട്ട് പിച്ചും പേയും പറയുന്ന ഒരു ഭ്രാന്ത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇദ്ദേഹത്തിന് എന്താണ് ഇങ്ങനെ വരാൻ കാരണം? എന്താ പറയണ്ടേ, അവരുടെ അച്ഛനോ ആരോ മുത്തശ്ശന്മാരുടെ ഈ നാട്ടിലെ ജമ്മികളായിരുന്നല്ലോ. എന്തെല്ലാം ദുരിതങ്ങളാണ് ഇവിടെ ആക്കിനെ. അന്ന് ഇവർ ഓരോ ആൾക്കാരുടെ താഴ്ന്ന ജാതിക്കാരെന്നും അതുപോലെ സാമ്പത്തിക ശേഷിയില്ലാത്ത ആൾക്കാരെന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള പീഡനങ്ങൾ അവർ ചെയ്തിട്ടില്ലേ? അതിലാണ് ഈ തലമുറ അനുഭവിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവരെ അച്ഛനും ഇവരുടെ അച്ഛനും ഒക്കെ ചെയ്തതിൻ്റെ പരിണത ഫലമാണ് ഇവരനുഭവിക്കുന്നത് എന്ന്. ശരിയാണോ? നമ്മുടെ പൂർവികർ ചെയ്തതിൻ്റെ ആ കർമ്മഫലം നമ്മൾ അനുഭവിക്കുമോ? ഇതല്ലേ എല്ലാവരും പറയില്ല. ജ്യോത്സ്യന്മാരത്ത് പോയി കഴിഞ്ഞാൽ പറയും, നിങ്ങളുടെ പൂർവികർ ചെയ്തു പോയ തെറ്റാണ്. നിങ്ങളുടെ പൂർവികർ എവിടെയോ വലിയൊരു നാഗം നശിപ്പിച്ചിട്ടുണ്ട്. ആ നാഗം നശിപ്പിച്ചാൽ 7 തലമുറ അതിൻ്റെ പാപം കിട്ടും. ഏതോ ഒരു ശ്രേഷ്ഠമായ ഒരു പാമ്പിനെ തച്ചു കൊന്നിട്ടുണ്ട്, അത് 7 തലമുറ നിങ്ങൾക്കതിൻ്റെ പാപം കിട്ടും. അതുപോലെ ഒരു ഗർഭിണിയായ സ്ത്രീയെ കൊന്നിട്ടുണ്ട്, അതിൻ്റെത് 7 തലമുറ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയൊക്കെ പറയാൻ നമ്മൾ കേൾക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോഴാണ് ഈ ഒരു കാര്യം കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ നിത്യേന പാരായണം ചെയ്യുന്നതാണല്ലോ രാമായണം. കർക്കിടകത്തിൽ പ്രത്യേകിച്ച് പാരായണം ചെയ്യുന്നു. അപ്പോൾ ആ കർക്കിടകത്തിൽ പാരായണം ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ നമ്മൾ നിത്യേന പാരായണം ചെയ്യുന്ന രാമായണത്തിൽ ഒരു വാക്ക് മനസ്സിലേക്ക് ഓടി വരിക. ഏതൊരാളും ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാണേ. എന്താണെന്നറിയോ? ഈ രത്നാകരൻ എന്ന് പറയുന്നൊരു കാട്ടുകൊള്ളക്കാരനുണ്ടായിരുന്നു. ആ കാട്ടുകൊള്ളക്കാരൻ വനത്തിലേക്ക് ഇവിടെ യാത്ര ചെയ്യുന്ന ആൾക്കാരെ തടഞ്ഞു നിർത്തി അവരുടെ ആഭരണങ്ങൾ, അവരുടെ കയ്യിലുള്ള വസ്ത്രങ്ങൾ, അങ്ങനെ എന്തുണ്ടോ വിലപിടിപ്പുള്ള അതെല്ലാം അദ്ദേഹം പിടിച്ചെടുക്കും. അങ്ങനെയാണ് അദ്ദേഹം ജീവിച്ചത്. അഥവാ പിടിച്ചു തരാൻ ആരെങ്കിലും ബലം പ്രയോഗിക്കുകയാണെങ്കിൽ അവരെ കൊന്നിട്ട് ആ സാധനം എടുക്കും. മരത്തിൻ്റെ മുകളിലുണ്ടാവും, അല്ലെങ്കിൽ മരത്തിന് മറിഞ്ഞിട്ടുണ്ടാവും. ഏതായാലും അദ്ദേഹത്തിന് തൊഴിലതാണ്. അങ്ങനെ ഒരു ദിവസം സപ്തർഷികൾ വരുന്ന അവസരത്തിൽ 7 ആളെ ഒന്നിച്ച് കിട്ടിയല്ലോ. കയ്യിൽ ആയുധമായി അവരുടെ മുന്നിലേക്ക് ചാടി വീണു. അവരുടെ കയ്യിൽ ആയുധമൊന്നുമില്ല. അപ്പോൾ ചാടി വീണപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ആക്രമിക്കുന്നത്? അത് എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ മക്കളുണ്ട്, അവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ശരി, അപ്പോൾ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കുന്നതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് മക്കൾക്കെല്ലാം കൊടുക്കുമല്ലോ? ആ, കൊടുക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലവും, നിങ്ങൾ ചെയ്യുന്നത് ക്രൂരകൃത്യമാണല്ലോ. കുറേ ആൾക്കാരെ കൊല്ലുന്നു, പിടിച്ചു പറിക്കുന്നു, മോഷണം നടത്തുന്നൊക്കെ ചെയ്യുന്നല്ലോ. അപ്പോൾ ഒരു ദോഷഫലമാണല്ലോ, പാപമാണല്ലോ. അതിൻ്റെ ഫലവും അവർ ഷെയർ ചെയ്യുമോ? നിങ്ങൾ മാത്രം അതെടുക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ അവർക്കും കൂടി ഷെയർ ചെയ്യുമോ? ഇവിടെ രത്നാകരൻ പറഞ്ഞു, അതൊന്നും യാതൊരു സംശയമില്ല. കാരണം ഞാൻ ഈ ചെയ്യുന്നതല്ല അവർക്ക് വേണ്ടിയാണ്, അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. അതുകൊണ്ട് 100% ഇതിൻ്റെ ഫലം അവരും കൂടി പങ്കിട്ടെടുക്കും. അപ്പോൾ സപ്ത ഋഷിമാർ ഒരു സംശയം പ്രകടിപ്പിച്ചു. അതെന്താ എനിക്കിത്ര ഉറപ്പ്? ഒരിക്കലും അങ്ങനെ ഏറ്റെടുക്കില്ല എന്നാണ് പറയുന്നെങ്കിലോ? അപ്പോൾ രത്നാകരൻ പറഞ്ഞു, ഇല്ല,
എൻ്റെ ഭാര്യ വൃഷാലിയെ എനിക്ക് നല്ലതുപോലെ അറിയാം, അവളൊരിക്കലും അങ്ങനെ പറയില്ല. ശരി, എന്ന് നിങ്ങളൊന്ന് ചോദിച്ചിട്ട് വരൂ. അയ്യോ, നീ ചോദിച്ചിട്ട് വരാന്ന് വെച്ചാൽ ഞാൻ വരുമ്പോഴേക്ക് നിങ്ങൾ ഇവിടുന്ന് മുങ്ങാനല്ലേ? ഇല്ലല്ലേ, ഞങ്ങൾ സന്യാസിമാരാണ്, ഞങ്ങൾ ഒരിക്കലും വാക്ക് മാറില്ല. ശരി, എന്നാൽ പിന്നെ ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാന്നിട്ട് ഉടനെ ഓടി വീട്ടിലേക്ക്. അവിടെ ഭാര്യ വൃഷാലി അവിടെയുണ്ട്. വൃഷാലിയോട് പറഞ്ഞു, എനിക്കിത് നല്ലൊരു കോള് ഒത്തു വന്നിട്ടുണ്ട്. 7 ആൾക്കാരാണ്, ഈ 7 പേര് അവിടെയുണ്ട്. അപ്പോൾ ഞാൻ അവരെ തടഞ്ഞു നിർത്തിയിട്ടുള്ളത്. അവരെ ആക്രമിക്കാൻ നോക്കുമ്പോൾ തന്നെ, അവരടുത്ത് പിടിച്ചു പറിക്കാൻ നോക്കുമ്പോൾ തന്നെ അവർ പറയുന്നത് വെച്ചാൽ ഇതല്ല ആർക്ക് വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്? ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് മഹാപാപമല്ലേ? അതേ പാപം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പങ്കും കൂടി അവർ ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരു സംശയമില്ല, അവർ ഏറ്റെടുക്കും. എന്താ, നിന്നോട് അഭിപ്രായം ചോദിക്കാനാണ് ഞാൻ വന്നത്, നീ ഏറ്റെടുക്കില്ലേ? ഉടനെ ഭാര്യ കൊടുത്തൊരു മറുപടിയുണ്ട്. എന്താ വെച്ചാൽ, നിങ്ങൾ വിവാഹം കഴിച്ചിട്ട് കൊണ്ടുവന്നതാണ് എന്നെ, അപ്പോൾ ഇനി ഞാൻ നിങ്ങളുടെ സംരക്ഷണയിലാണ് ഞാനുള്ളത്. എന്ന് വെച്ചാൽ നിങ്ങളാണ് എന്നെ സംരക്ഷിക്കേണ്ടത്. അതേപോലെ നിങ്ങളെ എന്നെ കൊണ്ടുവന്ന് എന്നിലുണ്ടായ മക്കൾ നിങ്ങളുടെയും കൂടി മക്കളാണ്. അപ്പോൾ എന്താണ്, അവരെയും സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാ? നിങ്ങൾക്കാണ്. നിങ്ങൾ എങ്ങനെ സംരക്ഷിക്കുന്നു നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഭക്ഷണം വേണം, വസ്ത്രം വേണം, ഞങ്ങൾക്ക് വേണ്ടുന്ന എന്തൊക്കെയാണ് സൗകര്യങ്ങൾ അതൊക്കെ ചെയ്തു തരാൻ ബാധ്യസ്ഥനാണ് നിങ്ങൾ. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ അതിന് വിവാഹം കഴിക്കാൻ പാടില്ല. നിങ്ങൾ ഏത് വിധത്തിൽ പണം കൊണ്ടുവരുന്നുണ്ടോ, ഏത് തരത്തിൽ ഭക്ഷണം കൊണ്ടുവരുന്നുണ്ടോ, ഏത് തരത്തിൽ വസ്ത്രങ്ങൾ കൊണ്ടുവരുന്നുണ്ടോ, ഇതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ സംരക്ഷണം വേണ്ട, സമൂഹത്തിൽ നിന്നുള്ള സംരക്ഷണം വേണ്ട, അത് നിങ്ങൾ തരണം. അപ്പോൾ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം താൻ അനുഭവിച്ചിടുകെന്നേ വരും എന്ന് വൃഷാലി രത്നാകരനോട് പറഞ്ഞപ്പോൾ രത്നാകരൻ ആകെ ഷോക്കായിപ്പോയി. എൻ്റെ ഭഗവാനെ, എന്തായി പറയുന്നേ? നീ സത്യം തന്നെയാണോ പറയുന്നത്? 100% അതെ. നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കാം. ഞങ്ങൾ എന്തെങ്കിലും കർമ്മം ദോഷമോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ അനുഭവിക്കൂ. രത്നാകരനാകെ പകച്ചുപോയി. നിരവധി കൊലപാതകങ്ങൾ ചെയ്ത ആളാണ്, നിരവധി പിടിച്ചുപറികൾ നടത്തിയതാ. അപ്പോൾ അങ്ങനെയുള്ള രത്നാകരൻ ഉടനെ ഓടി സപ്തർഷികളുടെ അടുത്തേക്ക്. അവിടെ പോയിട്ട് ഒന്നും പറയാനില്ല നിൽക്കുന്നത്, കാൽക്കലങ്ങ് വീണു. അയ്യോ, എന്നെ രക്ഷിക്കണം, ഞാൻ ഇത്രയും കാലം എന്താ ചെയ്യേണ്ടതെന്നറിയില്ല, ഇത്രയും കാലം എങ്ങനെയൊക്കെ ജീവിച്ചു പോയി, എനിക്ക് ശരിയായൊരു പാത പറഞ്ഞു തരണം, എൻ്റെ ഭാര്യ ഇങ്ങനെയാണ് പറയുന്നത് എന്ന് പറയുന്നു. ഈ കഥ ഇവിടെ പറയാൻ കാരണം എന്താ പറയുക, നമ്മളോട് ജ്യോത്സ്യന്മാർ പറയും, നാട്ടുകാർ പറയും, മറ്റു പലരും പറയും, മുത്തശ്ശിമാർ പറയും, മറ്റു പലരും പറഞ്ഞിട്ടുണ്ടാവാം, ഇതേ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നിങ്ങളുടെ മക്കളടക്കം അനുഭവിക്കേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം 7 തലമുറ നിങ്ങൾ അനുഭവിക്കേണ്ടതായി വരും. കേട്ടിട്ടില്ലേ? 100%. അതിലൊരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, അച്ഛനോ അമ്മയോ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവർ തന്നെ അനുഭവിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു കൊലപാതകം നടത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഞാൻ എൻ്റെ മക്കളെ പോറ്റാൻ വേണ്ടി ഞാൻ കൊന്നിന്, അതുകൊണ്ട് മക്കളെയും കൂടി ശിക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുമോ? ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലും ശിക്ഷിക്കില്ല, പൗരാണിക കാലഘട്ടത്തിലും ശിക്ഷിക്കില്ല, മനുസ്മൃതിയിലും ശിക്ഷിക്കില്ല എന്നർത്ഥം. അപ്പോൾ ആരാണോ തെറ്റ് ചെയ്തത് അവരാണ് ശിക്ഷക്ക് അർഹര, അത് അവർക്ക് കിട്ടിയേ പറ്റും. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്താണ് അതിൻ്റെ പിന്നിലുള്ള കാര്യം? അത് നമ്മൾ ചിന്തിക്കണം. 7 തലമുറയാണ് നിങ്ങൾ അനുഭവിക്കുക എന്ന് പറഞ്ഞല്ലോ. 100% തെറ്റ് ചെയ്തിട്ടുണ്ടോ അവരുടെ 7 തലമുറ അവരനുഭവിച്ചേ പറ്റൂ. എന്നാൽ അവരുടെ മക്കളോ അല്ല അനുഭവിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുക, എന്താ അപ്പം ഇയാൾ ഇങ്ങനെ പറയുന്നത്? രണ്ടും പറയുന്നു, 7 തലമുറ അനുഭവിക്കുന്നു പറയുന്നു, മക്കൾ അനുഭവിക്കില്ല എന്ന് പറയുന്നു. അവിടെയാണ് നമ്മൾക്ക് തെറ്റ് പറ്റുന്നത്. 7 തലമുറ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ ജന്മത്തിൻ്റെ അല്ലെങ്കിൽ ആ പൂർത്തിയാകുന്നു, ആ ശരീരത്തിൽ നിന്ന് വേർപെട്ടും, ആ മനുഷ്യ ശരീരത്തിൽ നിന്ന് വിട്ട് ആത്മാവ് പോയി, വീണ്ടും ഈ ആത്മാവ് എന്ത് ചെയ്യും? പുനർജനിക്കും. അങ്ങനെ നിരവധി ജന്മങ്ങൾ എടുത്തിട്ടാണ് വീണ്ടും ഒരു മനുഷ്യ ജന്മം എടുക്കുക. അപ്പോൾ ആ മനുഷ്യ ജന്മത്തിൽ ഈ മുൻപ് എടുത്ത മനുഷ്യജന്മം ചെയ്ത പാപങ്ങളുണ്ടല്ലോ, 7 തലമുറ എന്ന് പറഞ്ഞാൽ, അങ്ങനെ 7 തലമുറ മനുഷ്യനായി ജനിച്ച് ഈ പാപഫലം മുഴുവൻ നമ്മൾ അനുഭവിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്ര നീചമായ കർമ്മങ്ങളുണ്ട് പലതും. ചില കർമ്മങ്ങൾക്ക് അത്രയേറെ ദോഷങ്ങളുണ്ട്, രൂക്ഷതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ എന്താ ചെയ്ത് കഴിഞ്ഞാൽ 7 തലമുറ. എന്നാൽ പിന്നെ ഞാനല്ലല്ലോ അനുഭവിക്കേണ്ടത്, ഞാൻ ചെയ്താലും എൻ്റെ മക്കളും അവരെ മക്കളെല്ലാം അനുഭവിക്കുന്നുണ്ട്, അനുഭവിച്ചോട്ടെ, എനക്കെന്താണ്? ചിന്തിക്കുമല്ലോ. മക്കളോട് സ്നേഹമില്ലാത്ത ആളാണെങ്കിൽ പിന്നെ നല്ലതുപോലെ ക്രൂരകൃത്യങ്ങൾ ചെയ്യും. എന്നാൽ അങ്ങനെയല്ല, കൃത്യമായി മനസ്സിലാക്കുക, നമ്മൾ ചെയ്യുന്ന പാപകർമ്മം
ആ പാപകർമ്മത്തിൻ്റെത് 7 തലമുറ എന്ന് പറഞ്ഞാൽ 7 ജന്മം നമ്മൾ എടുത്തിട്ടാണ് അത് തീർക്കേണ്ടത്. നമ്മൾക്ക് നിരവധി ജന്മങ്ങളുണ്ട്. നമ്മൾ ചെയ്യുന്ന കർമ്മഫലത്തിനനുസരിച്ചാണ് ഓരോ ജന്മങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആ ജന്മത്തിൽ പലതരത്തിലുള്ള ജീവജാലങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ജനിക്കും. അങ്ങനെ ശരിക്കും പറഞ്ഞു വെച്ചാൽ ഈ 81 ലക്ഷം ജന്മങ്ങൾ എടുത്തിട്ട് ഒരു മനുഷ്യജന്മം കിട്ടുമെന്ന് പറയുന്നത്. എന്തായാലും നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ, നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ എന്തെങ്കിലും ദുഷ്ടകർമ്മം ചെയ്തു, ദോഷകർമ്മം ചെയ്തു, ആ കർമ്മത്തിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണം, നമ്മുടെ മക്കൾ അനുഭവിക്കില്ല. അപ്പോൾ ചിലർ ചിന്തിക്കും, ഇന്ന് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ ചില ആൾക്കാർ, മാനസിക വിഭ്രാന്തിയൊക്കെ ഉള്ള ആൾക്കാരെ കാണുന്നില്ലേ, അവരുടെ അച്ഛനും മുത്തച്ഛനും ചെയ്തതിൻ്റെ പരിണത ഫലമാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇതേ വ്യക്തി അവരുടെ മുൻജന്മങ്ങളിൽ ചെയ്തു പോയ കർമ്മഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുൻജന്മത്തിൽ ഏതോ ഒരു ജന്മി ആയിക്കൂടായികയില്ല, അല്ലെങ്കിൽ ഏതോ വലിയൊരു ആഢ്യനായി നിന്നിട്ട് മറ്റുള്ളവരെ പീഡിപ്പിച്ചൊരു വ്യക്തിയായി കൂടായികയില്ല. അപ്പോൾ ആ ജന്മത്തിൽ ചെയ്തതിൻ്റെ കർമ്മഫലമാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയാം, 100% പറയട്ടെ, നമ്മുടെ മാതാപിതാക്കളോ, ഇപ്പം നാഗത്തിൻ്റെ തന്നെ പറയാം, നാഗത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ അച്ഛനോ എൻ്റെ മുത്തച്ഛനോ നാഗം തകർത്തു, ഒരു ക്ഷേത്രം തകർത്തു, ഒരു കാര്യവും നമുക്കതിൻ്റെ ദോഷം വരില്ല. പക്ഷെ അതിന് പങ്കാളിയായി നിന്നിരിക്കട്ടെ, അറിഞ്ഞോ അറിയാതെയോ അതിന് കൂട്ടുനിന്നിരിക്കട്ടെ, അത് നമുക്ക് ബാധിക്കും. ഇല്ലേ, നമുക്ക് ബാധിക്കില്ല. എന്നാൽ ആ നാഗസ്ഥാനം തകർത്ത സ്ഥലത്ത് നാം വീട് വെച്ച് നിൽക്കുന്നു. ഒരു ക്ഷേത്രം തകർത്തെടുത്ത് നാം ആ ഭൂമി വില കൊടുത്ത് വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ സൗജന്യമായിട്ട് കിട്ടിയിട്ടോ അവിടെ വീട് വെച്ച് താമസിക്കുന്നു. ചിലപ്പോൾ അച്ഛൻ തകർത്തതായിരിക്കും, ആ തകർത്ത സ്ഥലത്തായിരിക്കും നമ്മൾ വീട് വെച്ച് താമസിക്കുന്നുണ്ടാവുക. അത് നാഗമാവട്ടെ മറ്റെന്തോ ആവട്ടെ. അപ്പോൾ ആ സ്ഥലദോഷമുണ്ട്, ആ സ്ഥലദോഷം നമ്മളെ ബാധിക്കും. മനസ്സിലായില്ലേ? അതല്ലാതെ അച്ഛൻ ചെയ്തു പോയ കർമ്മഫലമല്ല, അച്ഛൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അച്ഛൻ തന്നെ അനുഭവിക്കണം, അമ്മ ചെയ്തതിൻ്റെത് അമ്മ അനുഭവിക്കണം, നമ്മൾ ചെയ്തതിൻ്റെത് നമ്മൾ തന്നെ അനുഭവിക്കും. അത് ഒരാളും ഷെയർ ചെയ്യില്ല. അത് കൃത്യമായി ഓർത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ രത്നാകരനി വാൽമീകിയാകാൻ എങ്ങനെയാണോ അവസരം കിട്ടിയത്, നമ്മൾ ഈ ഒരു അവസരത്തിൽ ചിന്തിക്കുക, എനിക്കൊരുപാട് ഇതുവരെയായിട്ട് ഒരുപാട് കർമ്മങ്ങളൊക്കെ ചെയ്തു പോയിട്ടുണ്ടാവും, ദോഷങ്ങളൊക്കെ ചെയ്തു പോയിട്ടുണ്ടാവും, ഇനി അങ്ങനെ ആവരുത്, ഞാൻ ശ്രേഷ്ഠമായ തലത്തിലേക്ക് എത്തേണ്ടതുണ്ട് എന്ന് ചിന്തിച്ചിട്ട് ചെയ്യുന്ന ദോഷകർമ്മങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ശ്രമിക്കുന്ന സമയത്താണ് നമുക്ക് അടുത്ത ജന്മവും അതിൻ്റെ അടുത്ത ജന്മവും ഒക്കെ ശ്രേഷ്ഠമായ ജന്മം, ഏറ്റവും നല്ലൊരു മനുഷ്യനായി ജനിക്കാനും അതുപോലെ തന്നെ പ്രവർത്തിക്കാനും നമുക്ക് ഒരവസരം ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഉറപ്പിച്ചോളൂ. ഇനി ഈ കാര്യം പറഞ്ഞ് ഏതെങ്കിലും ജ്യോത്സ്യന്മാരോ ഏതെങ്കിലും മറ്റുള്ള ആചാര്യന്മാരോ ഒരിക്കലും പറയില്ല, അല്ലാത്ത ഏതെങ്കിലും ഒരാൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് തല ഉയർത്തിയിട്ട് രാമായണത്തിൽ ഈ ഒരു ശ്ലോകം അങ്ങോട്ട് ചൊല്ലിക്കൊടുക്കണം. അപ്പോൾ രാമായണമാണോ തെറ്റ്, നിങ്ങൾ പറയുന്നതാണോ ശരി എന്ന് ചോദിക്കുക. ഒറ്റ ചോദ്യം, തീർന്നു അവിടെ. അപ്പോൾ മാതാപിതാക്കൾ ചെയ്യുന്നതൊന്നും തന്നെ അതിൻ്റെ കർമ്മം മക്കൾ അനുഭവിക്കില്ല. പക്ഷേ മാതാപിതാക്കൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം ചില മക്കൾ അനുഭവിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് അറിയുക, ഞാനിപ്പോൾ ഒരാളെ പറ്റിച്ചു, ഒരു ഭൂമി സ്വന്തമാക്കി, ആ ഭൂമി സ്വന്തമാക്കിയിട്ട് അത് എൻ്റെ പേരിൽ എഴുതി, അതൊരു കർമ്മമല്ല. അതിൻ്റെ ഫലം എന്താണ്? പിന്നീട് എൻ്റെ മക്കൾക്കാണ് അത് കിട്ടുന്നത്. ആ ഭൂമി കിട്ടുമ്പോൾ അത് വിറ്റ് അതിനകത്ത് കാശുണ്ടാക്കുകയോ അതിൻ്റെ വീട് വെക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഫലം ആർക്കാ? ഈ മക്കൾക്കാണ് ഉണ്ടാകുന്നത്. എന്നാൽ ഇങ്ങനെ മറ്റൊരാളെ പറ്റിച്ചിട്ട് കിട്ടിയ സാധനം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷം ചെയ്യും. അത് ദുരുപയോഗം ചെയ്ത് എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ എൻ്റെ മുത്തച്ഛനോ ഒക്കെ മറ്റുള്ളവരെ പാപങ്ങളായ ആൾക്കാർ അല്ലെങ്കിൽ ദുർബലരെ കീഴ്പ്പെടുത്തി കൈവശപ്പെടുത്തിയ ഭൂമിയാണെങ്കിൽ ആ ഭൂമി ഞാൻ ഉപയോഗിച്ചിട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ള ആളുടെ സമ്പാദ്യം ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അർഹതയില്ലാത്ത സമ്പാദ്യമാണ് എൻ്റെ കയ്യിലെങ്കിൽ അതും നമുക്ക് കിട്ടും ഗുണം, അതിൻ്റെ ദോഷം നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. അതല്ലാതെ അവർ ചെയ്യുന്ന ക്രൂരതയുടെ ഫലം, കാരണം അവരുടെ നല്ല കാര്യങ്ങൾ അവർ ക്രൂരമായ പ്രവൃത്തി ചെയ്തു, ആ ക്രൂരമായ പ്രവൃത്തി ചെയ്തതിന് അദ്ദേഹത്തിന് കൊടുക്കേണ്ടുന്ന ശിക്ഷ നമുക്ക് കിട്ടില്ല. അദ്ദേഹം ആ സാധനം വാങ്ങിച്ച് നമ്മൾക്ക് തരികയും നമ്മളത് അറിഞ്ഞും കൊണ്ട് തന്നെ നമ്മളത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഭൂമി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, മറ്റേത് ഭക്ഷണമാണ്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു, വസ്ത്രം ഉപയോഗിച്ചു, പക്ഷേ അത് അച്ഛൻ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നത് വേറെ. പക്ഷേ അച്ഛൻ്റെ സംരക്ഷണ കാലഘട്ടം കഴിഞ്ഞു, അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ മരിച്ചതിന് ശേഷമാണല്ലോ അച്ഛൻ്റെ സ്വത്ത് നമ്മുടെ കയ്യിലേക്ക് വരിക.
അപ്പോൾ അച്ഛൻ ഉണ്ടാകുന്ന സമയത്ത് ആ സ്വത്ത് അച്ഛൻ്റെ കയ്യിലായിരുന്നു, അച്ഛൻ പറ്റിച്ചിട്ടുണ്ടാക്കിയതാണെങ്കിൽ അച്ഛന് തന്നെയാണ് അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ ഉണ്ടാവുക. പക്ഷേ പിന്നീട് അത് പലരുടെ ശാപമായിരിക്കും, ആരുടെയൊക്കെയോ ശാപമായിരിക്കും അത് പറ്റിച്ചിട്ടുണ്ടാക്കുമ്പോൾ. ആ ശാപം ആ ഭൂമിയിലുണ്ടാവും. ആ ഭൂമി ആരുടെ കയ്യിലാണോ ഉള്ളത് അവർക്കെല്ലാം അത് ഗുണം കിട്ടും. എന്നുവെച്ചാൽ മക്കൾ തന്നെ ആവണമെന്നില്ല, വേറൊരാളായിക്കോട്ടെ അവർക്കത് കിട്ടും. കാരണം അവർക്ക് അർഹതയില്ലാത്ത സ്വത്ത് ഒരിക്കലും നമ്മുടെ സ്വത്ത് എന്നല്ല ഏത് കാര്യവും നമ്മുടെ നേർക്ക് വന്നാൽ നമുക്കതിൻ്റെ ദോഷം ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ കാര്യം കൃത്യമായി മനസ്സിലാക്കുക. മാതാപിതാക്കൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമൊന്നും നമ്മളെ മക്കളെ ബാധിക്കില്ല. നമ്മൾ ചെയ്യുന്ന കർമ്മഫലം മാത്രമേ നമ്മളെ ബാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രേഷ്ഠമായ കർമ്മം ചെയ്ത് ശ്രേഷ്ഠമായ തലത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയിലെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.